വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ എക്സ് പാർട്ട്ണറായിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ സംഗീത ജീവിതത്തിൽ ഈ വ്യക്തിയെ കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആവൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞു, നല്ലതാണ് സംഭവിച്ചത്, അത്ര മാത്രമേ ഞാൻ പറയുന്നു. എനിക്ക് ക്ലാരിറ്റി ആർക്കും കൊടുക്കണമെന്ന് താല്പര്യമില്ല. ഇതൊരു ടിക്ടോക്ക് പോലും ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന രീതിക്ക് നമ്മളിപ്പോൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഹാപ്പി ആയിട്ട് ആ ഡയലോഗൊക്കെ പറഞ്ഞു നോക്കത്തില്ലേ, നമ്മൾ അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ. നാട്ടുകാർക്ക് കേൾക്കാന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ളതാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടണം, നമ്മൾ പാടുന്നത് നമുക്ക് ഇഷ്ടപ്പെടണം. ഗായിക അഭയ ഹിരൺമയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അഭയ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ചോദ്യം ചെയ്യാം. എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു? പിന്നെയുള്ള നെഗറ്റീവ് ആണോ? അങ്ങനെയല്ല, എന്നാലും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ഞാൻ എന്താ പറയാ, അഭയ കാണുമ്പോഴൊക്കെ എപ്പോഴും ചിരിച്ചൊരു മുഖമാണ്, എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര എനർജി. ഞാനിപ്പോ ഫോണിലാണെങ്കിലും വളരെ കുറച്ച് നേരം സംസാരിച്ചിട്ടുള്ളൂ നമ്മള്, പക്ഷെ ആ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ് ഏത് സമയത്ത് വിളിക്കുമ്പോഴും. അപ്പൊ ആ ഒരു എനർജി എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെ? Regarding that, I don't know. I'm not every time I'm not positive. Like I try to keep എന്താ കണ്ടന്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അത് അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ലൈക്ക് അതോ ഞാൻ ഇങ്ങനെ തന്നെയാണെന്നുള്ള ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അഭയ? അതോ എപ്പോഴും ഇതേ ഒരു പ്ലസന്റ് മൈൻഡിലാണോ എപ്പോഴും? അല്ല, പ്ലസന്റ് മൈൻഡ് ഞാൻ പ്ലസന്റ് മൈൻഡിലുള്ള ആളല്ല. ലൈക്ക് ഐ ഹാവ് മൈ എന്താ പറയുക, ഐ ഹാവ് മൈ മൂഡ് സ്വിങ്സ്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റും കൂടെ ആകുമ്പോൾ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുള്ള വ്യക്തി തന്നെയാണ്. ബട്ട് ഐ ട്രൈ ടു കീപ് മറ്റു മനുഷ്യരോട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൈൻഡ് ആയിട്ടിരിക്കണമല്ലോ. അത് ഞാൻ ഫേക്ക് ചെയ്യുന്നതല്ല, ബട്ട് ദെൻ ഐ ട്രൈ ടു ബിഹേവ് പ്രോപ്പർലി വിത്ത് എവരിവൺ. ഇത് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ? നോ, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല ഞാൻ അധികം അങ്ങനെ ഒരു സോഷ്യലായിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ഇഫ് someone asks me വീട്ടിലിരിക്കാനാണ് പറയുകയാണെങ്കിൽ ഐ ക്യാൻ സിറ്റ് ഇൻ മൈ ഹൗസ് ഫോർ ഓൾമോസ്റ്റ് എ വീക്ക്. 2 weeks ഒക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഓ, അങ്ങനെ ഇരുന്ന് ഒരു ഷെല്ലിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്ന പാകത്തില്? I don't think that's a shell. If my friends want to visit me, that's okay. I find comfortable in my house. That's it. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ എവിടെയോ കണ്ടു എപ്പോഴും സുഹൃത്തുക്കളൊപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇച്ചിരി കംഫർട്ട് കുറവാണെന്ന് ഇങ്ങനെ കേട്ടോ. അത് ഞാൻ ചോദിച്ചു, ഒറ്റയ്ക്ക് ഇരിക്കാൻ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കംഫർട്ട് കുറവാണ് എന്നുള്ളതല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് മുതിർന്നിട്ടില്ല. കാരണം എനിക്ക് സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോൾ രസമല്ലേ, അത് നമുക്ക് സംസാരിച്ചും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതും രസിക്കും. കാരണം ബിക്കോസ് ഐ എൻ്റർടൈൻ മൈസെൽഫ്. ഞാൻ എൻ്റെ ചിന്തയിലും എൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ഈ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ധാരാളം ഇടപെടുന്ന, അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കുക, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല, എനിക്ക് ധാരണയില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ട് ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഐ ഡു ഹാവ്. ബട്ട് അതിനെ അതെൻ്റെ വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതെൻ്റെ വിഷയമല്ല. പക്ഷെ എന്നാൽ പോലും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണോ എന്ന് ചോദിച്ചാൽ മേ ബി ഐ എം നോട്ട് ആസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരിൽ വെച്ച് എന്ത് ഞാൻ പറയാണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചും അത്രയും സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ആളുകളുടെ കാര്യങ്ങളാണല്ലോ, നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ. നമ്മളും അതേ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്, നമുക്ക് വേണ്ടിയിട്ടൊക്കെ ആണല്ലോ ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എങ്ങനെ ഏത് തരത്തിലാണ് ആർക്കാണ് ന്യായം വേണ്ടത്, ആ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നടക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഈ സംഗീതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എങ്ങനെയാണ് അഭയ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പാട്ടിന് വിളിച്ചു, അല്ലെങ്കിൽ അപ്പോൾ അവിടെ ആ മൊമെന്റിൽ പോയിട്ട് കേട്ട് പഠിച്ച് അങ്ങനെ പാടുകയാണോ, അതോ അതിന് മുമ്പ് ട്രാക്ക് പാടി? എങ്ങനെയാണ് അതിനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുക? യൂഷ്വലി 2 തരത്തിലാണ്. അത് വിളിക്കുന്ന മ്യൂസിക് ഡയറക്ടറിനെ കൺസിഡർ ചെയ്തിരിക്കും. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് പാട്ട് നേരത്തെ അയച്ചു തരും, ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് പാട്ട് നേരത്തെ അയച്ചു തരില്ല. അവർ പാട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇട്ട് കേൾപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നതല്ല, അവർ വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഒരു
മുൻധാരണയുമില്ലാതെ അവിടെ ചെന്ന് നമ്മുടെ വോയിസ് ഇങ്ങനെ വേണം, അതങ്ങനെ വേണം, ഒരു ഐഡിയയും ഇല്ലാതെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടൊരു സാധനം കിട്ടുമെന്ന് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് വിചാരിക്കും. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഇത് പാട്ട് പഠിച്ച് ഇത് തന്നെ ഇങ്ങനത്തെ സാധനം തന്നെ വേണമെന്ന് വിചാരിക്കുന്നു. രണ്ട് രീതിയിലുള്ള വർക്ക് എത്തിക്സ് ആണ്, അത്രേ ഉള്ളൂ. ഈ ഹോബി സുന്ദരമായിട്ടുള്ള കുറേ കാലം മ്യൂസിക് യാത്രയുണ്ടായിരുന്നല്ലോ, ആ സമയങ്ങളിലൊക്കെ അഭയാണിത് പാടാൻ കേപ്പബിലിറ്റി എന്നത് അദ്ദേഹം കണ്ടെത്തുകയാണോ, അതോ അഭയ എപ്പോഴും കൂടെയുള്ള ഒരാളാണല്ലോ, ഈ പാട്ടുകളൊക്കെ ഒരുപക്ഷെ കമ്പോസിങ് ടൈമിലൊക്കെ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഓരോ പാട്ടിന്റെ യാത്രയിൽ അഭയം കൂടെ ഉണ്ടാവും, അറിയാതെയും അറിഞ്ഞുമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എപ്പോഴായിരുന്നു അഭയ തെരഞ്ഞെടുത്ത കുറെ പാട്ടുകൾ വന്നത്? ഈ ചോദ്യത്തിൽ ഞാൻ ഉത്തരം പറയാൻ താല്പര്യപ്പെടുന്നത് കാരണം കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ പേഴ്സണലായിട്ടുള്ള അത് കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തോളമായി. അപ്പൊ അതിനുശേഷം ഉണ്ടാകുന്ന എന്റെ പുതിയ ജീവിതത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. ഓക്കെ, ഞാൻ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ പാട്ട് ഇപ്പോഴും നിൽക്കുകയാണ്, പാട്ടിന്റെ മെമ്മറീസ് ആണല്ലോ, വ്യക്തി എന്നുള്ള രീതിയിലല്ല ഞാൻ ചോദിക്കുന്നത്. വ്യക്തി എന്ന് പറയുന്നത് എന്റെ എക്സ് പാർട്ട്ണർ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ. ആ എക്സ് പാർട്ട്ണറിൽ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുമ്പോൾ ആ പാട്ടിനെ കുറിച്ചിട്ടും ഞാൻ സംസാരിക്കേണ്ടി വരും. അതെനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് പലയിടങ്ങളിലും ഓപ്പൺ ആയിട്ട് സംസാരിച്ച് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന് ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആ ഇഷ്യൂവിനെ കുറിച്ച് ഇഷ്യൂ നടക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു ബ്രേക്കപ്പ് ആയ സമയത്ത് അതിനെക്കുറിച്ച് ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുന്നത്. എനിക്ക് ക്ലാരിറ്റി ആർക്കും കൊടുക്കണമെന്ന് താല്പര്യമില്ല. പക്ഷെ എന്നാൽ പോലും അത് ചോദിച്ച സമയത്ത് ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? വർഷങ്ങൾ 3 വർഷത്തോളമായി. ആ 3 വർഷത്തിന് ശേഷം ഇതിനെക്കുറിച്ച് തന്നെയും പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട സംഗീതം എന്ന് പറയുന്ന ഒരു യാത്രയുടെ ഭാഗമായി എങ്ങനെയാണ് പാട്ടിലേക്ക് അഭയ വന്നത് എന്നാണ് എനിക്കറിയാം. എന്റെ സംഗീത ജീവിതത്തിൽ ഈ വ്യക്തിനെ കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആവൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിനെ കുറിച്ചിട്ട് പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ലതാണ് സംഭവിച്ചത്, അത്ര മാത്രമേ ഞാൻ പറയുന്നു. ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ടല്ലോ, കൂടുതൽ പാട്ടുകൾ ഒരുപക്ഷെ അഭയ പാടിയത് അദ്ദേഹത്തിന്റെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചേട്ടോ. നെർവസ് ആവേണ്ട കാര്യമില്ല. അല്ല, നെർവസ് ആയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നെർവസ് ആയിട്ടില്ല? ഇല്ലല്ലോ, ഞാൻ നെർവസ് ആയിട്ട് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇത്രയും കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ടബിളിന്റെ അല്ല, എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 വർഷം കഴിഞ്ഞു. ആ 3 വർഷം കഴിഞ്ഞതിനെ കുറിച്ചിട്ട് പിന്നെയും ഇതിന് റിപ്പീറ്റ് ചെയ്ത് ആൾക്കാർ ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. വി ഷുഡ് ഗോ ഫോർവേഡ്. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പുതിയ പ്രോജക്റ്റ് എന്താ പറയും? പുതിയ പ്രോജക്റ്റ് ആസ് എ കമ്മിങ് വിത്ത് പിന്നെ എന്റെ ഹിരൺമയം എന്ന് പറയുന്ന ബാൻഡ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒറിജിനൽസ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും നടക്കും. ആദ്യത്തെ പാട്ട് എന്തായാലും നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും അല്ലേ? കോഴിക്കോട് സോങ്. കോഴിക്കോട് സോങ് ആണോ ആദ്യത്തെ? കോഴിക്കോട് സോങ് അല്ല, നാക്കുപ്പന്റെ നാക്കുട്ടൊക്കെയാണ് ഞാൻ ആദ്യം പാടിയത്. അത് തെലുങ്കാണ്. ആക്ച്വലി ഞാനൊരു സ്റ്റുഡിയോ ചെന്നിട്ട് ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ട് തെലുങ്ക് പാട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം റിലീസ് ആയത് നാക്കുപ്പന്റെ നാക്കുട്ടൊക്കെയാണ്. ഓക്കെ. ഈ നാക്കൂപ്പന്റെ നാക്കൂട്ടൊക്കെ വേറെ ലാംഗ്വേജ് ആയിരുന്നല്ലോ, അപ്പൊ അത് പഠിച്ചെടുക്കാനൊക്കെ എങ്ങനെയാണ്? സ്വഹേലി ലാംഗ്വേജ് ആയിരുന്നു. സ്വഹേലി ലാംഗ്വേജ് BK ഹരിനാരായണനാണ് അതിന്റെ എന്താ പറയുക ബാക്കിയുള്ള ലൈൻസ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 2 പാട്ട് പാടി ഞാൻ. അപ്പൊ ആദ്യത്തെ ഒരു പാട്ടില് ഒരു ഡുവൈറ്റ് ആയിട്ടുള്ള സോങ് ആണ്. അതിൻ്റെ അകത്ത് മലയാളം എഴുതിയിരിക്കുന്നത് ഹരിയാണ്. സ്വഹേലി ലാംഗ്വേജ് അവിടെ സ്വഹേലി ലാംഗ്വേജിൽ ആ ലൈൻസ് ചെയ്തിരിക്കുന്നതും വയലാർ മാധവൻകുട്ടി സാറാണ്. ആ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ എങ്ങനെ പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനത് ഇംഗ്ലീഷിൽ എഴുതിയെടുത്തു. ഇംഗ്ലീഷിൽ അത് നോക്കിയിട്ട് അതങ്ങനെ പാടി. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ടോൺ ഒരു നേസൽ ടോണിലാണ്. നാക്കൂട്ടാക്ക ഇങ്ങനെയാണ്. മൂക്കുന്ന ഒരു എന്താ പറയുക നേസൽ ടോണിൽ വേണം അത് പാടാൻ. അപ്പോൾ അതെങ്ങനെയോ പാടിയപ്പോൾ അത് കറക്റ്റായി എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത കച്ചേരി ചെയ്തല്ലോ അല്ലേ? പിന്നെ എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? കർണാടക സംഗീതം ചെറുപ്പത്തിലേ പഠിച്ചു തുടങ്ങിയോ അതോ? കർണാടക സംഗീതം ചെറുപ്പത്തിൽ പല ഗുരുക്കന്മാരുടെ അടുത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായിട്ടുള്ളൊരു പഠനം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാര്യം ഈ എന്താ പറയുക, ലൈക്ക് വൈസ് ഐ എം സെയിങ് ലൈക്ക് പാട്ടിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ലല്ലോ. സീരിയസ് ആയിട്ട് എടുക്കാത്തിരുന്നുള്ള കാരണം ഞാൻ ഈ പാട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാനുള്ള ചിന്തയായിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ഞാനൊരു സീരിയസ് ആയിട്ടൊരു പഠനത്തിലേക്ക് വന്നത്. ഇപ്പം എന്നെ പഠിപ്പിക്കുന്നത് ഡോക്ടർ സിന്ധു സുനിൽ, മഹാരാജാസ് കോളേജിലെ സംഗീത വിഭാഗം HOD ആണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇപ്പോൾ എന്നെ പഠിപ്പിച്ച് എൻ്റെ ഗുരുനാഥ ഇപ്പോൾ അവരാണ്. അപ്പോൾ ആദ്യം നമ്മൾ പാടിയപ്പോൾ കച്ചേരിയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തി എങ്ങനെയാണ് അത് ചെയ്തിരുന്നത്?
കച്ചേരിയുടെ ഒരു ഫോമാറ്റ് ഉണ്ട്. ആ കച്ചേരിയുടെ ഫോമാറ്റിൽ നമ്മൾ ആദ്യം പിന്നെ ഒരു സ്തുതി, ഗണപതി സ്തുതി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 1/1 2 3 4 എന്ന് പറയാം. പിന്നെ ഒരു എന്താ പറയുക, വർണ്ണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു കീർത്തനം ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് രാഗം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മംഗളം പാടിയാണ് അവസാനിപ്പിക്കുന്നത്. അതെ അതെ. അത് ഏതൊക്കെയാണ് ചെയ്ത കോമ്പോസിഷൻസ് ഏതൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചത്. കമ്പോസിഷൻസ് ഞാൻ പിന്നെ കീർത്തനം ഞാൻ പാടിയത് കല്യാണി രാഗത്തിലൊരു കീർത്തനമാണ് ഞാൻ പാടിയത്. പിന്നെ ലാൽഗുഡി ജയരാമൻ സാറിൻ്റെ ഒരു തില്ലാന പാടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് മംഗളം പാടി അവസാനിപ്പിക്കുക ചെയ്തത്. ഞാൻ ശ്രീഗണം എൻ്റെ മദറിൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പം ഞാൻ ശ്രീഗണപതിയും ഞാൻ പാടി. ഓക്കെ. ഒരു കർണാടക സംഗീതത്തിന്റെ ഏതെങ്കിലും 4 വരികൾ പാടാൻ, ഏതെങ്കിലും ഓർമ്മയുള്ള ഏതെങ്കിലും പാടാം. തുമ്പം നേർഗയിൽ എന്നാണ് ഈ കൃതിയുടെ പേര്. ദേശരാഗത്തിലാണ് ഈ പാട്ട് വന്നിട്ട്. ഞാനിത് പാട്ട് കേട്ട് പഠിച്ച പാട്ടാണ്. ബോംബെ ജയശ്രീ പാടി ഞാൻ കേട്ട് പഠിച്ചതാണ്. ഇതൊരു ദേശഭക്തി ഗാനം മാതിരി ഉള്ള പാട്ട്. തുമ്പം നേർഗയിലെടുത്ത് നീ ഇമ്പം സേരമാട്ടായ യമകിൻപം സേര മാട്ടായ തുമ്പം നേർഗയിലെടുത്ത് നീ ഇമ്പം സേരമാട്ടായ യമകിൻപം സേര മാട്ടായ அன்பில்லா நெஞ்சே தாமிழை பாடினி அன்பில்லா நெஞ்சே தாமிழை பாடினி அல்லல் நீங்க மாட்டாயா கண்ணே அல்லல் நீங்க மாட்டாயா തുമ്പം നേർഗയിലെടുത്ത് നീ ഇമ്പം സേരമാട്ടായ യമകിൻപം സേര മാട്ടായ. ഈ സിനിമ ഇടയ്ക്ക് ലളിതം സുന്ദരത്തിലൊക്കെ ഒന്ന് തല കാണിച്ചല്ലോ, അഭയായിട്ട് തന്നെ വന്നു. പിന്നീട് അങ്ങനെ ഓഫറൊക്കെ വന്നിട്ടുണ്ടോ? ലളിതം സുന്ദരത്തിൽ എന്നെ മഞ്ജു ചേച്ചി പിടിച്ചോണ്ട് പോയതാണ്. അതായത് മഞ്ജു ചേച്ചിയുടെ ബിനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു മാനേജർ. ഒന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അഭിനയവുമായിട്ട് കുടുംബത്തിൽ ബന്ധമുണ്ടെങ്കിൽ പോലും ഇതൊരു ടിക്ടോക്ക് പോലും ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 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 രീതിക്ക് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന രീതിക്ക് നമ്മളിപ്പോൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഹാപ്പി ആയിട്ട് ആ ഡയലോഗൊക്കെ പറഞ്ഞു നോക്കത്തില്ലേ, നമ്മൾ അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ മഞ്ജു ചേച്ചി എന്നെ വിളിച്ച സമയത്ത് ഐ സെഡ് ലൈക്ക് ഐ ട്രൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തതാണ്. അതിനുശേഷം ഒരു 2-3 വർഷത്തിന് ശേഷം ഇപ്പോൾ ജോജു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോജു പണി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വൺ ഓഫ് ദ ലീഡിങ് ക്യാരക്ടറായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഐ സെഡ് ദ സെയിം. ജോജു എനിക്ക് അറിയില്ല ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ വരാം. ജോജുവിന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്നെ വിളിച്ചതല്ലോ, അപ്പോൾ നിങ്ങളെനിക്ക് മാനിക്കണമല്ലോ, അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടു, രസമുണ്ടായിരുന്നു അത് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി പ്രതീക്ഷിക്കാം നമുക്ക് സിനിമയിൽ? അറിയില്ല, എന്നെ പാട്ട് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ എന്തോ ഉള്ളൂ. കാരണം എൻ്റെ തൊണ്ട എനിക്ക് സംരക്ഷിക്കണം. ഇപ്പോൾ പണി വളരെ എൻജോയ് ചെയ്ത ഒരു രസമുള്ള ഇതായിരുന്നു. ഞാൻ അവിടെ ആടിപ്പാടിയൊക്കെ നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്കൊരൊറ്റ കുറേ ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും എനിക്കൊരൊറ്റ ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു. എനിക്ക് കുറച്ച് ടയറിങ് ആയിട്ടുള്ള, അപ്പോൾ കുറച്ച് കരയേണ്ടി വന്നതൊക്കെ ഒരു ടൈം അതായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഞാൻ അത്രയും ഉറക്ക കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ അല്ലെങ്കിൽ രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് എപ്പോഴും അങ്ങനെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്ന സിനിമകളുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യും. ഈ ബാൻഡിലേക്ക് അമ്മയെ കൂടി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാ അമ്മയും മകളും തമ്മിലൊരു കോംബോ? ഇപ്പൊ ചില പരീക്ഷണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ചോദിക്കാം. പരീക്ഷിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. ബ്യൂട്ടിഫുൾ സീൻ. അപ്പൊ
അങ്ങനൊരു സന്ദർഭത്തിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയോടെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുള്ളിക്കാരിയും കൂടെ വിളിച്ച് പാടിപ്പിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതൊരു വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ബാൻഡിൽ ഇഫ് എവറിത്തിങ് കംസ് ഇൻ എ ഗുഡ് പ്ലേസ്, അത് നന്നായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അമ്മ വന്ന് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടിക്കും. ഇടയ്ക്കൊരു ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങിയില്ലേ, എന്തായി അതൊക്കെ? ഇപ്പോഴും ബിസിനസ് സംരംഭം ഉണ്ടല്ലോ. അതെ, എന്തായി എന്ന് ചോദിക്കാം. അത് സ്റ്റിൽ അതെങ്ങനെയാണ്? സാരിയുടെ ബിസിനസ്സാണ് അത്. അതിന്റെ പ്രാരംഭ കാലഘട്ടത്തിലാണ് അതൊക്കെ. അത് ഇപ്പോൾ പ്രാരംഭം ആയതുകൊണ്ട് തന്നെ അതിന്റെ ബാലാരിഷ്ടതകളുണ്ട് എനിക്ക് ആ സംരംഭത്തിന്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഓണം കളക്ഷൻസ് ഒക്കെ ഇറക്കണം. ഈ പെറ്റ്സുകളോട് ഇങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടം നമുക്കെല്ലാവർക്കും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. പക്ഷെ അത് വലുതായി കഴിയുമ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യില്ല അല്ലെ. കുറച്ച് ആളുകൾ മാത്രമേ അത്രയും മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന ഓരോ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ചില ഇന്റർവ്യൂസിലൊക്കെ ചില നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചും സ്റ്റിലുള്ള കുക്കിയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സ്നേഹത്തോടെ അതിനെങ്ങനെ വല്ലാതെ ചേർത്ത് പിടിക്കുന്ന കാണാറുണ്ട്. അപ്പൊ ഇത് എപ്പോഴാണ് ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കയ്യിൽ കൂടെ നിർത്തണം, ഇവരെ ഇങ്ങനെ ചേർത്ത് നിർത്തണം എന്നൊക്കെ തോന്നിയത്? നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പട്ടീനെ, എൻ്റെ ഓർമ്മയിൽ ഞാൻ എനിക്കൊരു 6 വയസ്സ് 7 വയസ്സായ സമയത്താണ് അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ടെറസ് എന്ന് പറയുന്ന പട്ടി ഉണ്ടായിരിക്കണം. പക്ഷെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ടെറസിനെ കാണുന്നത് ഒരു 6 ഇയേഴ്സ് ആ സമയത്താണ്. അപ്പോൾ ടെറസിൻ്റെ ഒരു 15 വയസ്സൊക്കെ ആയപ്പോൾ അത് മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു പട്ടീനെ കിട്ടുന്നത് എൻ്റെ 10-21 വയസ്സിലാണ് എനിക്ക് കിട്ടിയത്. ഹിയാഗോനെയാണ് എനിക്ക് കിട്ടുന്നത്. അതൊരു പഗ്ഗാണ്. ഈവൻ ഐ നെവർ ന്യൂ ദാറ്റ് ഐ ക്യാൻ ബി സച്ച് ആൻ എംപത്തറ്റിക് വുമൺ ടുവേഴ്സ് ഡോഗ്സ്, അല്ലെങ്കിൽ ഒരു അനിമൽസിനോട് ഇത്രയും എംപത്തറ്റിക് ആവാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ബിക്കോസ് ആ ഇടക്കാലത്തൊന്നും പിന്നെ എനിക്കൊരു പെറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഒരു പെറ്റ് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തോരം കൈൻഡ് ആണ്, നമുക്ക് എന്തോരം ക്വാളിറ്റീസ് ഉണ്ട്. ദേ വിൽ ഫിഗർ ഔട്ട് വാട്ട് പ്രോബ്ലംസ് വി ഹാവ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നടന്നു പോയ കാര്യം അല്ല. അത് എല്ലാവർക്കും അങ്ങനെ സാധ്യമാവുന്ന കാര്യമല്ല. അത് വളരെ കുറച്ച് ആളുകൾക്കും. അതുകൊണ്ടാണ് അത് സ്പെഷ്യലായിട്ട് കുക്കിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര വൈകാരികമായിട്ട് പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അവൾക്ക് ഇങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രമാത്രം അതിനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ. അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും ഉണ്ടാവുന്ന ഒരു വീട്ടിലുണ്ടാവുന്നതാണല്ലോ. 4 പേരുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ അവരുടെ ബിഹേവിങ് പഠിക്കും, അവർ നമ്മുടെ ബിഹേവിങ് പഠിക്കും. ഇതൊരു മ്യൂച്വലായിട്ടുള്ള കാര്യമാണ്. അപ്പം മ്യൂച്വലായിട്ട് നമ്മൾ നമ്മുടെ കൂടെ ഒരു ജീവി ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും കടമയും നമുക്കുണ്ട്. അപ്പോൾ ആ കടമ നമ്മൾ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. അത് എല്ലാവർക്കും അതില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഈ പുറത്തൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ എങ്ങനെ? മൈ മദർ, എനിക്കുള്ള പോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും ഒക്കെ ഇവരോട് സ്നേഹം തന്നെയാണ്. അപ്പോൾ അവർ നോക്കും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ ടേക്ക് കെയർ ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അതേ സ്നേഹത്തും കൂടെ നമ്മൾ ബിഹേവ് ചെയ്യും. അത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. എന്താ വെച്ചാലേ സാധാരണ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഇപ്പം ടേക്ക് കെയർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ മാനസികാവസ്ഥ പറയുന്നത് വളരെ അപൂർവ ആളുകൾ. അങ്ങനെ പറയാറില്ല പൊതുവെ ആളുകൾ. കാരണം അവൾക്ക് അവിടെ പോകുന്നത് ഇഷ്ടമല്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ പല ആളുകളിൽ നിന്ന് കൈമാറി വന്നാന്ന് തോന്നുന്നു അല്ലെ കുക്കിയെ കുറിച്ച്. പല വീടുകളിൽ മാറി വന്നതാണ്. അപ്പൊ ഷീ ഡെഫിനറ്റ്ലി ഹാസ് ആ ഒരു പേടി ഇപ്പോഴും ഉണ്ടാവും. അതെ, അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യരെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷം ഞാൻ പലതരത്തിലുള്ള ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഈ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നാടൻ നായകൾ ഉണ്ടായിരുന്നു, അസുഖം ബാധിച്ചിട്ടുള്ള ഡോഗ്സ് ഉണ്ടായിരുന്നു, ഫോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാരെയും നോക്കിയിട്ടുണ്ടാവുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇടയ്ക്ക് ഒരു ഐറ്റം സോങ് പാടിയിട്ടുണ്ടായിരുന്നില്ലേ? ഏതായിരുന്നു അത്? കൊണ്ടാ. അപ്പൊ അത് നമുക്ക് 2 വരി പാടാമോ? അത് ഇച്ചിരി പാടാണ്. അതിന്റെ പാടില്ല. ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ് ഐറ്റം സോങ്. എനിക്കതൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഐറ്റം സോങ് പാടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അദ്ദേഹം ആ ഇന്റർവ്യൂല് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പാടിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത്. കൊണ്ടാട്ടോ ചന്തമുള്ളൊരു കൊണ്ടാട്ടോ, ഇതൊക്കെ എനിക്കറിയാം, ബാക്കി എനിക്കറിയില്ല. അതിന് വരികൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കില്ല, അതുകൊണ്ടാണത്. പക്ഷെ അത് നല്ല രസമായിട്ട് അതിങ്ങനെ
വേറൊരു ശബ്ദമാണല്ലോ അഭയുടെ. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യും. അഭയ പാടുമ്പോ അഭയാണ് പാടുന്നതെന്ന് മനസ്സിലാക്കാൻ വേറെ നമുക്ക് അങ്ങനെ വേറെ സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവാം. ഇങ്ങനത്തുള്ള വോയിസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത്, അതായത് ഞാൻ ഈ പാടാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുകയായിരുന്നു, ചിത്രാമ്മയുടെ വോയിസ് ഉള്ളവരൊക്കെയാണ് ആ സമയത്ത്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ഉള്ളവരൊക്കെയാണ് സിംഗേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അതെ, അതർവൈസ് വി ഹാവ് ടു കം ഔട്ട് ഓഫ് ദറ്റ്. കേരളം വിട്ട് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോലും ഒബ്വിയസ്ലി ചിത്രാമ്മയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ ചിലപ്പോൾ സ്വർണ്ണലതമ്മ കുറേ സോങ്സ് പാടിയിട്ടുണ്ട്. അഗൈൻ മിൻമിനി ചേച്ചിയുടെ വോയിസും ഇതുപോലത്തെ സ്വീറ്റ് വോയിസ് ആണ്. പിന്നെ പണ്ട് കാലങ്ങളിൽ കുറച്ച് ഇതുപോലത്തുള്ള അടിപൊളി സോങ്സ് പാടുന്നത് എല്ലാരീശ്വരിയമ്മയാണ്. എല്ലാരീശ്വരിയമ്മയും വോയിസ് പാടുമ്പോൾ ഹൈ പിച്ച് ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസിലാണ് അവർ പാടുന്നത്. വാണിയമ്മയാണെങ്കിലും ജാനകിയമ്മയാണെങ്കിലും ഒക്കെ ആ തരത്തിലുള്ള സിംഗിങ് ആണ് നടത്തുന്നത്. ശബ്ദം വേറിട്ടതാണ് താനും, പക്ഷേ ഇവരുടെ ഒക്കെ ശബ്ദം ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് പരീക്ഷണം നടത്തിയിട്ടുള്ളത് പിന്നെ ജാനകിയമ്മയാട്ടോ. ജാനകിയമ്മയാണ് എന്തെങ്കിലും ഒരു കുഞ്ഞുങ്ങളുടെ വോയിസ് ആണെങ്കിലും അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ട ജാനകിയമ്മയാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഏതെങ്കിലും ഔട്ട് ഓഫ് ഇന്ത്യ പോകണം. വിദേശ സിംഗേഴ്സിനാണ് സെലിൻ ഡിയോൺ പോലുള്ള സിംഗേഴ്സൊക്കെയാണ് വളരെ ഈ വോയിസ് ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ഉള്ളവരുള്ളത്. വെസ്റ്റേൺ മ്യൂസിക്സ് വരുമ്പോഴേ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടോ? വെസ്റ്റേൺ മ്യൂസിക് ഒബ്വിയസ്ലി ഒരു സംഗീതജ്ഞ എല്ലാ മ്യൂസിക്കും കേൾക്കണമല്ലോ. നമ്മളിപ്പോ ഒരു പാട്ട് പാടുന്ന സമയത്ത് നമ്മുടേതായ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ എങ്ങനെ പാടുന്നു എന്നുള്ളതാണ്. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും കാലത്തെ കേൾവിയാണ്. നമ്മൾ ഈ പാട്ട് കേട്ട് ആ പാട്ട് കേട്ട് മറ്റേ പാട്ട് കേട്ടിട്ടുണ്ടാവുന്ന ഒരു ആകെ തുകയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഗീതം എന്ന് പറയുന്നത്. ആ സംഗീതത്തിനെയാണ് നമ്മൾ ഒരു പാട്ട് പാടാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇടേണ്ടത്. ഇതിൻ്റെയൊക്കെ ഒരു സമ്മറി പ്ലസ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വികാരം ഇതെല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ കേൾവിജ്ഞാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സംഗീതത്തെ സീരിയസ് ആയി എടുത്തതിന് ശേഷം എത്ര മണിക്കൂർ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ഉണ്ടോ? ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കുറേ സമയം എടുത്ത് അതിനായിട്ട് പ്രാക്ടീസ് എന്നൊരു സെക്ഷൻ. തീർച്ചയായിട്ടും പ്രാക്ടീസിനൊരു അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും നമ്മളൊരു ദിവസം പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര പ്രാക്ടീസ് ചെയ്യുന്നൊരു സിംഗർ അല്ല. ബട്ട് ദെൻ അതൊരു ആവശ്യകതയാണ്. സീരിയസ് ആയിട്ട് ഈ പറയുന്ന പ്രാക്ടീസിലുപരി ഒരുപാട് കേൾക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ഈക്വലൈസ് ആവില്ല. നമ്മൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചും കൂടെ പേടി. തൊണ്ടയിൽ ചില സാധനങ്ങളൊക്കെ വരണമെങ്കിൽ തന്നെ നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കണം. അത് വെച്ചാൽ പേടിയായി. കാരണം വിളിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് പാടാനുള്ള ഉത്തരവാദിത്തം നമ്മളേലുണ്ട്. നമ്മള് നാട്ടുകാർക്ക് കേൾക്കാന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ളതാണ്. ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഔട്ട് ഇറക്കുമ്പോഴാണ് നാട്ടുകാർ കേൾക്കുന്നത്. പക്ഷെ അതിലും സംഗീത സംവിധായകൻ ഇഷ്ടപ്പെടണമല്ലോ. സംഗീത സംവിധായകൻ ഇഷ്ടപ്പെടണം. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ പാടുന്നത് നമുക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ പാടിക്കേണ്ടത് എന്ത് ഞാൻ ഈ പാടി വെച്ചിരിക്കണമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവരുത്. ഒരു വികാരത്തിൽ ഒരു ലവ് സോങ് പാടാൻ പോകുമ്പോൾ ലവ് സോങ്ങിൻ്റെ വികാരത്തിൽ നമുക്കത് പാടാൻ പറ്റണമെങ്കിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മുടെ തൊണ്ടേനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് വെക്കണം. ഈ പുതിയ കാലഘട്ടത്തിലെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ? വേർഡ് മാത്രമല്ല, അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആളുകളും ആ സെൽഫ് ലവിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒക്കെ അമ്മമാരുടെ കാലത്ത് പലരും സെൽഫ് ലവ് ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ ആയിരിക്കും നമ്മളൊരു പക്ഷെ ആ ഒരു ജനറേഷനിലൊക്കെ കണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ടോ? ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾ വളരെ സമയം കണ്ടെത്തും അതിന് വേണ്ടിയിട്ട്. അതായത് മുൻപുണ്ടായിരുന്ന ആയിരിക്കില്ല ഇപ്പോ, അങ്ങനെ ഒരു മാറ്റമുണ്ടോ? ഈ പണ്ട് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ഒരു കൾച്ചറിൻ്റെയും കൂടെ ഭാഗമാണ്. ഇപ്പൊ സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, പുരുഷന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അന്ന് ജീവിക്കാനും അന്നും ഇത് അറിയാണ്ട് ജീവിച്ച വ്യക്തികളുണ്ട്. ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത വ്യക്തികളുണ്ട് സെൽഫ് ലവ് എന്തെന്നുള്ളത്. നമുക്ക് നമ്മുടേതായ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്തെങ്കിലേ നമുക്ക് ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്.
നല്ല ഇൻഫ്ലുവൻസ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തരത്തിൽ ഓരോ വ്യക്തികളും അവരുടേതായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, അത് 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 കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത് ഏത് തരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു അവയർനെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മറ്റത് പണ്ടത്തേന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് യാതൊരുവിധ ജ്ഞാനവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ജ്ഞാനം വരുന്നത്. പലരും പല രീതിക്ക് നമ്മളെ അവെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മളും ആ രീതിക്കാവും. ഈ ഫെമിനിസത്തിനോടൊക്കെ താല്പര്യമുണ്ടോ? എങ്ങനെ, ഫെമിനിസ്റ്റ് ആണോ? ഒബ്വിയസ്ലി എല്ലാ സ്ത്രീകളും ഫെമിനിസ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ സ്ത്രീകളെന്നോട് കാട്ടിലും ഉപരി എങ്ങനെയാ ഫെമിനിസത്തിനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിൽക്കുന്നത്, അവരുടെ നമ്മുടേതായ കാര്യങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഫെമിനിസത്തിന്റെ ഭാഗം കൂടെയാണെന്ന് വിശ്വസിക്കുന്നത്. ഈ അഭയുടെ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാ? സിനിമയിൽ നിന്നുള്ള സൗഹൃദങ്ങളാണോ അതോ പണ്ട് പോലെ പഠിക്കുന്നതാണോ പുറത്തുനിന്നുള്ളതാണോ? പണ്ടുണ്ടായിരുന്ന ഒരു ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്ന ഒരു ബ്രേക്കപ്പിന് ശേഷവും ബ്രേക്കപ്പിന് മുന്നേ എൻ്റെ സൗഹൃദങ്ങൾ മുഴുവനും സിനിമയിൽ നിന്നുള്ള സൗഹൃദം തന്നെയായിരുന്നു. ബിക്കോസ് ഐ വാസ് ഇൻ സച്ച് ഒരു എന്താ പറയുക ഒരു ബബിളിലായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഇപ്പം റൈറ്റ് നോ എനിക്ക് സൗഹൃദം എന്ന് പറയാൻ എനിക്ക് വേണ്ടിയിട്ടില്ല. ബിക്കോസ് ഐ എം സെൽഫ് ഒബ്സസ്ഡ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർ. സെൽഫ് ഒബ്സസ്ഡ് എന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ പാട്ട്, ജിമ്മ്, പിന്നെ എൻ്റെ വീട്, പട്ടികൾ, അങ്ങനത്തെ. പക്ഷെ ഞാൻ ഐ വിൽ ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. ഇഫ് സമ്മൺ കോൾസ് ടു മൈ ഫീൽഡിൽ നിന്നുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഞാൻ ഐ വിൽ ടോക്ക് ടു ദം. അപ്പോൾ എപ്പോഴും കണ്ട് ഒരു കോഫി കുടിക്കുന്ന സൗഹൃദങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ എന്നിലേക്ക് തന്നെയാണ് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ജിമ്മിലൊക്കെ പോയി തുടങ്ങി ഒന്ന് ഫിറ്റ്നസ് ഒക്കെ നല്ല വർക്കൗട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കുറെ കണ്ടോ? ഞാൻ പണ്ടും ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴാണ് വീഡിയോസ് ഒക്കെ ഇടുന്നു എന്നുള്ളത്. ഇപ്പോഴാണ്. അത് ഭയങ്കര ഒരു പവറാണല്ലോ നമുക്ക്. ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയി, ജിമ്മിലെന്നല്ല, എനി കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. അതെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. അപ്പൊ അതൊരു മാറ്റം തന്നെയാണല്ലോ. നമുക്ക് എങ്ങനെ, ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഇരിക്കാൻ, എങ്ങനെ വേണേലും നിൽക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് അല്ലേ? എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഭംഗിയായിരിക്കണം എന്ന് തോന്നണോ? നമുക്ക് തോന്നുമല്ലോ. നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇരിക്കണം, നല്ല അഴകായിട്ടിരിക്കണം എന്നൊരു തോന്നലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതിലുപരി നമ്മൾ ഫിറ്റായിരിക്കുക, നമ്മൾ ആരോഗ്യമായിരിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജിമ്മ് ചെയ്യുന്നത്. എന്താ പറയുക, ഞാൻ വണ്ണം വെച്ചിരുന്നിട്ട് ഞാൻ ഹെൽത്തി ആണെങ്കിൽ ഞാനിത് ഓക്കെ ഫൈൻ. പക്ഷെ എനിക്ക് വണ്ണം വെച്ച് എന്നെ കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകുന്നു. എനിക്ക് ഹാപ്പി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയാണെന്ന് ഇങ്ങനെ എവിടെയോ പറഞ്ഞു കേട്ടു. അല്ലല്ലോ, അല്ല. മാധവിക്കുട്ടി ഒബ്വിയസ്ലി ഷീ ഈസ് വൺ ഓഫ് ദ റൈറ്റേഴ്സ് ആണ്. അവരും എനിക്ക് ലതാംബിക അന്തർജനത്തിന്റെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും നന്നായി വായിക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ വായനയുണ്ടോ? ഇല്ല, ഭയങ്കര മോശമാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല. പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നതൊരു സീസൺ ആണോ എന്നുള്ളത് അറിയില്ല. ഏത് കാലഘട്ടത്തിലാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്? കോളേജ് കാലത്ത് പഠിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുസ്തകം തുറന്നു വെച്ചിട്ട് വായിക്കുമായിരുന്നു. അത് ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഞാൻ ട്രിവാൻഡ്രം സെൻട്രൽ ലൈബ്രറി, ട്രിവാൻഡ്രത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കോളേജിൽ പഠിക്കുമ്പോഴും അതിന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം വി ഹാവ് എ ഗ്രൂപ്പ് കോൾഡ് യൂണിവൈ ആൻഡ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൾക്കാരുടെ മക്കളാണ്. അപ്പം എല്ലാവരുടെ ചിന്ത ഒരേപോലത്തെയാണ്, ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ചിലർക്ക് സിവിൽ സർവീസ് ആവണം, ചിലർക്ക് IPS ആവണം, ചിലർക്ക് ജേർണലിസ്റ്റ് ആവണം, ചിലർക്ക് അങ്ങനത്തെ ഗവൺമെൻറ് ജോലി ആവണം, അണ്ടർ സെക്രട്ടറി ആവണം. അങ്ങനത്തെയൊക്കെ ഒരേ മൈൻഡ് സെറ്റിൽ നിന്ന് വളർന്നു വരും. അപ്പോൾ ഇവരുടെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങളെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ
നമ്മൾ സമരങ്ങളൊക്കെ കണ്ടിട്ടാണ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അവർ കുഞ്ഞിലെ പോലെ അങ്ങനെയാണ്. നമ്മൾ ഈ സെക്രട്ടറിയുടെ ബാക്കിലാണ് ഞങ്ങൾ പൊളിറ്റിക്കൽ തിങ്കിങ് കൂടുതലാണ്. സെക്രട്ടറിന്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ കൂടുന്നത്. അപ്പോൾ ബസ്സിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ രണ്ടുപേരല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിന്ന് ഇംഗ്ലാബ് വിളിക്കുന്നുണ്ടാവും. നമ്മളത് കാണും, വെള്ളം അടിക്കുന്നതൊക്കെ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം അടിക്കുന്നത്, പോലീസുമായിട്ട് അടിയുദ്ധം, ഇതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തയും അങ്ങനെയൊക്കെ തന്നെ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഇന്നതാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. I was such a confused woman, such a confused girl, lady, whatever. Yeah. പാട്ട് പാടാൻ കഴിവുണ്ട്, ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ ട്രെയിൻഡ് പിന്നെ കേരള ഡാൻസറാണ്, എഴുതും. പിന്നെ ഇങ്ങനെ എൻ്റെ ശ്രദ്ധ പല സ്ഥലത്താണ്. അപ്പോൾ ഇതിനകത്ത് എന്താവണം എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെ പെങ്ങള് പിന്നെ US-ലായത് കാരണം ഷീസ് എ നേഴ്സ് ദെയർ, സോ യു ഹാവ് ടു ഗോ ദെയർ. അപ്പോൾ ഇതിലൊന്നും വരാണ്ട് അച്ഛൻ നേഴ്സാവും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പറ്റാണ്ട് ഞാൻ എന്ത് ചെയ്തു, പോയി എൻജിനീയറിങ് എടുക്കുകയും ചെയ്തു. അപ്പോൾ എൻജിനീയറിങ് കൂടെ എടുത്ത സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതെന്തായി സംഭവിക്കണം, ഇത് പാട്ടുപാടുകയല്ല, നേഴ്സായിട്ടും ഇല്ല, ഡാൻസ് കളിക്കുന്നുമില്ല, ഇതൊന്നും ഇല്ലാത്തൊരു എൻജിനീയറിങ് എടുത്ത് വെച്ചാൽ ഞാനിപ്പോൾ എന്താ ചെയ്യണേ. അപ്പോൾ സച്ച് എ കൺഫ്യൂസ് ലേഡി. അപ്പൊ ഒരു ദിശ കിട്ടിയില്ല എന്ന് പറയാല്ലേ. ആ ദിശ ഒഴുകി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയപ്പോഴാണ്. പിന്നെ പ്രായം നമ്മുടെ എക്സ്പീരിയൻസ് അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ദിസ് ഈസ് യുവർ ടാലൻറ്റ്, യു ആർ ഡൂയിങ് ഗുഡ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും എൻ്റെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഓരോ പെൺകുട്ടി ചേച്ചി സച്ച് എ കോൺഫിഡൻറ്റ് വുമൺ, യു ആർ, നന്നായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഭയങ്കര ലോ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഭയങ്കര ലോ കോൺഫിഡൻസ് ഇതെന്താ, എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ബാക്കിയുള്ളവർക്കൊക്കെ പറ്റും, എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാനിപ്പോൾ ഹൈലി കോൺഫിഡൻ്റ് ആണ്. അല്ല, എല്ലാവരും അബേൽ ഇൻസ്പയർ ആവുന്നുണ്ട്. കാരണം ഒരുപാട് പുതിയ ഫോട്ടോഷൂട്ടുകളായാലും പുതിയ വീഡിയോസ് വരുമ്പോഴും ഒക്കെ ആളുകൾ അതിനെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ടൊന്നും ആർക്കും വരുന്നില്ല. അത് എപ്പോഴും അതുകൊണ്ട് ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചത്, ഭയങ്കര ബ്ലെസ്സിങ് ആണ് അങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ ഹാപ്പി ആണെന്ന് തോന്നിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അനുവദിക്കുന്ന ടൈമിലല്ലേ നിങ്ങൾ എന്നെ കാണുന്നത്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ ഫേക്ക് ചെയ്യുന്നില്ല. ഞാൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആകാൻ തന്നെ ശ്രമിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്, ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ് ആയിരുന്നു. അപ്പൊ ആ മൂഡ് സ്വിങ് ഉള്ള സമയത്താണ് ഞാൻ വരുന്നത്. ബട്ട് ഐ റിയലി വോണ്ട് ടു, എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. അത് എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ആലോചിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതന്നെ, നമ്മളിപ്പോൾ കാണുമ്പോൾ ആരുടെയും വ്യക്തി ജീവിതത്തിലെ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തി ജീവിതത്തിന്റെ ഒരു സൈഡ് ഉണ്ടാവും അല്ലേ. എല്ലാവരും നമ്മൾ കാണുന്ന പോലെ, ഇപ്പൊ ഞാൻ അബയുടെ മുന്നിൽ നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും. അപ്പം അബയുടെ കുറച്ച് സമയം നമ്മൾ കാണുന്നുള്ളൂ, ആ കാണുന്നത് ഭയങ്കര പോസിറ്റീവാ. അത് വലിയൊരു കാര്യമാണല്ലോ. അബയുടെ ചിരിയാണെങ്കിൽ ഭയങ്കര ഫ്രം ദ സോൾ ആയിട്ട് തോന്നാറുണ്ട് നമുക്ക് പലപ്പോഴും. അത് എല്ലാവർക്കും ഒന്നും കഴിയാറില്ല. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പ്രത്യേകിച്ച് ഫിലിമായാലും ഏത് ഫീൽഡാണെങ്കിലും അത് വളരെ ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആസ് എ വുമൺ എന്ന രീതിയിൽ കുറച്ചും കൂടി സ്ത്രീകൾക്ക് കോർട്ടിസോൾ ലെവൽ കൂടും, മൂഡ് സ്വിങ്സിന്റെ കാര്യം ഭയങ്കര വിയേർഡാണ്. അതെ, തീർച്ചയായും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷെ അത് പലപ്പോഴും നമ്മൾ കാണുന്ന അഭയം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം, എങ്ങനെ ഇത്ര ഇപ്പൊ പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കെപ്പോഴും എന്റെ ഇൻഫോർമേഷൻസ് ആൾക്കാർ എന്നെ കാണുന്നു എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഒരു കമന്റ്സ് വെച്ചിട്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്നത്, ഞാൻ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് ചോദിക്കാനും കാരണം അതൊരു പ്രാക്ടീസും കൂടിയാണ്. അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ്. എക്സാക്ട്ലി. അതങ്ങനല്ല, അത് ഇങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്, അത് അങ്ങനെയും വർക്ക്ഔട്ട് ചെയ്യും, ഇങ്ങനെയും വർക്ക്ഔട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ആളുകൾ ഇപ്പൊ ഒരുപാട് ആളുകൾ ഐഡിയൽ ആയിട്ട് പറയാറുണ്ട്. കാരണം ഭയങ്കര ബോൾഡ് ആണ് ആള്. ആ ബോൾഡ്നെസ് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ഉണ്ടാക്കിയെടുത്ത ബോൾഡ്നെസ് അല്ല ഇതെനിക്കുള്ളത്. നേരത്തെ എന്നെ അച്ഛൻ നന്നായിട്ട് വളർത്തി, എന്റെ പാരന്റ്സ് എന്നെ നന്നായിട്ട്, എല്ലാവരുടെ പാരന്റ്സും നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടത് എന്റെ അച്ഛൻ എന്നെ നന്നായിട്ട്. നമ്മുടെ അച്ഛനമ്മയുടെ കാര്യമല്ലേ പറയാൻ പറ്റൂ. നമ്മുടെ അച്ഛനമ്മയുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ.
അപ്പൊ അവരെന്നെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെയും കൂടെയാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇന്നതിനെ കാര്യം വിവക്ഷമായിട്ട് കാണണം. വിവക്ഷം എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? ആ കൃത്യമായ കാര്യങ്ങളെ വീക്ഷിക്കണം. ഇത് ഇന്നതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി തരുന്നതൊക്കെ അച്ഛനാണ്. അമ്മയ്ക്ക് കുറെ കാര്യങ്ങളിൽ പേടിയാണ്. അപ്പൊ അച്ഛനത് ഓക്കെ ആവുന്ന സമയത്ത് അമ്മ അതിന്റെ കൂടെ ഓക്കെ ആവുന്നതാണ്. അല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളോടും പേടിയാണ്. നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ എങ്ങനെ ശരിയാവും, ഉടുപ്പിന്റെ ഇറക്കത്തിന്റെ പ്രശ്നത്തില്ല, അതൊക്കെ അമ്മയ്ക്ക് ഇപ്പോഴും പ്രശ്നമാണ്. അപ്പൊ അത് പക്ഷെ അമ്മ എൻ്റെ കൂടെ വളർന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം. ഇന്ന് അമ്മയുടെ വ്യൂ പോയിന്റ്സും ഇന്ന് അമ്മയുടെ പിന്നെ പ്രതികരണങ്ങളും ഒക്കെ നമ്മുടെയും കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് പാരന്റ്സ് ആർ ഗ്രോയിങ്. എല്ലാവരുടെ പാരന്റ്സും അങ്ങനെ ആയിരിക്കണമല്ലോ. അതെ, തീർച്ചയായും. പാരന്റ്സ് ആർ ഗ്രോയിങ്. അവര് നമ്മള് പേരന്റ്സിനൊപ്പം, പേരന്റ്സ് നമ്മളൊപ്പമാണ് വളരുന്നത്. അതെ, അങ്ങനെയാണ്. അപ്പൊ ഈ അമ്മ ചെറുപ്പത്തിൽ ഒന്നും പിടിച്ചിരുത്തിയെന്ന് നീ കുറച്ച് പാട്ട് പഠിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല? അതോ എപ്പോഴും കേൾക്കുന്നുണ്ടാവും മെമ്മറീസ്? അമ്മയ്ക്ക് അങ്ങനെ ഞാൻ പാട്ട് പഠിക്കണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മേനെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു സക്സസ്ഫുൾ സിംഗർ അല്ലല്ലോ. അപ്പോ സിംഗർ അല്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ സിംഗർ അല്ല. ഞങ്ങൾക്കൊക്കെ അമ്മ ഭയങ്കര സക്സസ്ഫുൾ സിംഗർ ആണ്. ഈവൻ ദോ ഷീ സിംഗിങ് ഫ്രം ഹോം, which I believe that like she is one of the successful singer. അപ്പൊ അമ്മയ്ക്ക് ഞാൻ പാട്ട് പഠിക്കണം എന്നില്ല. ഈ കരിയർ എടുത്തു കഴിഞ്ഞാൽ നീ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള തോന്നല. അതുകൊണ്ട് അമ്മ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അമ്മ പാടിയത് കേട്ട് പഠിച്ചിട്ടാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടായിട്ടുള്ളത്. അമ്മ കൂടുതലും കർണാടക സംഗീതമായിരിക്കും വീട്ടിലും. അതെ, ബേസിക് അതായിരിക്കും എപ്പോഴും കേൾക്കുന്നതും. അതെ. അഭയ്ക്ക് ഏത് പാട്ടുകളാണ് കൂടുതൽ കേൾക്കാനൊക്കെ ഇഷ്ടം? എനിക്ക് എല്ലാ തരത്തിലുള്ള പാട്ടുകളും, എനിക്ക് അങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ല. എനിക്ക് കർണാടക സംഗീതമാണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള പാട്ടുകളും. നമ്മുടെ മൂഡ് അനുസരിച്ചാണോ പാട്ട് സെലക്ട് ചെയ്ത് കേൾക്കാതോ? അങ്ങനല്ല, മൂഡ് അനുസരിച്ചിട്ടല്ല. ഞാൻ ഒരിക്കലും എന്റെ വർക്കാണത്. ഒരു പരിധിവരെ എൻ്റെ വർക്കിൽ ഞാൻ ഭയങ്കര അൺഹാപ്പി ആയിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കര റെസോർട്ടിലുള്ള പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. റെസോർട്ട് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു സോങ്. അപ്പം ഞാൻ എൻ്റെ മൂഡ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ പാടാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഏത് മൂഡിലും ഞാൻ ട്യൂൺ ചെയ്യണം. ആ ട്യൂൺ ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ കേൾക്കുന്ന പാട്ടുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്ക് ഭയങ്കര ബാഡായിട്ടിരിക്കുന്ന മൂഡിൽ ഞാൻ സാഡായിട്ടുള്ള സോങ് അല്ല കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഹാപ്പി ആയിട്ടിരിക്കുന്ന സോങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമോഷൻസ് ആയിട്ടുള്ള സോങ്സ് എല്ലാം ഞാൻ കേൾക്കാൻ ശ്രമിക്കും. കർണാടക സംഗീതം പഠിക്കുമ്പോഴേ കുറച്ചുകൂടെ രാഗ അടിസ്ഥാനത്തിലൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? രാഗത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെ ചില സിംഗേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചില രാഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ ആ പാട്ടുകൾ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ടോ? കർണാടക സംഗീതം തന്നെ രാഗം ബേസ്ഡ് ആണ്. ചില ഭാഗങ്ങൾ, ചില രാഗങ്ങളോട് ചിലർക്ക് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സെർച്ച് ചെയ്ത് പോയി പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? ചില രാഗങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടം കൂടുതലൊന്നുമില്ല. ചില രാഗങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത രാഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, ചില രാഗങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത രാഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം പഠിച്ചിട്ട് ഉഴപ്പി വിടുന്ന ചില രാഗങ്ങളുണ്ട്. എനിക്ക് ആക്ച്വലി അത് വളരെ കോമൺ ആയിട്ടുള്ള ചില രാഗങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു രാഗത്തിനെ കുറിച്ച് മനസ്സിലാക്കി. പക്ഷെ ഇനി ഇത് പാടാൻ എവിടെയെങ്കിലും പാടാനൊക്കെ പറയുകയാണെങ്കിൽ ഞാനത് ഒരിക്കലും പാടത്തില്ല. അത്ര റെയർ രാഗങ്ങൾ തപ്പിപ്പോവാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. റെയർ രാഗങ്ങള് എന്നുള്ളത് കമ്പോസിഷൻസ്, നല്ല കമ്പോസിഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് അങ്ങനെയല്ല, നമുക്ക് പാട്ടുകൾ രസമുള്ള പാട്ടുകളാണെങ്കിൽ അത് ഞാൻ പഠിക്കാൻ ശ്രമിക്കാറ്. അങ്ങനെയാണ് കേൾക്കുമ്പോൾ നമുക്ക് താല്പര്യം തോന്നുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചർ? എന്തൊക്കെയാ പ്ലാനിങ്? മ്യൂസിക്സിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ? ഡ്രീമി ഗേൾ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡ്രീമി ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ തരത്തിലുള്ളതല്ല, ഡ്രീം അല്ല. എന്റെ ഡ്രീം അങ്ങനെയല്ല. ഇപ്പൊ നാളെ അങ്ങനെ ഡ്രീം ചെയ്യുകയാണെങ്കിൽ നാളെ ഞാൻ ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത്രയും ലൈവായിട്ട് ആലോചിക്കുന്നതാണ്. അടുത്ത ആഴ്ച അപ്പുറത്ത് പോയിട്ട് പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും കഴിച്ചാലോ. എനിക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇങ്ങനെ ഈ സാധനം കുക്ക് ചെയ്താലോ, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, ഇങ്ങനെ ഒരുങ്ങി പോകണം. ഈ പാട്ടിനെ കുറിച്ചൊക്കെ ഈ ഡ്രീം ചെയ്യുന്നതിനൊക്കെ അതൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് ബാൻഡ് പെർഫോം ചെയ്യണമെന്നുണ്ട്. എൻ്റെ ബാൻഡിൽ ഇപ്പം നന്നായിട്ട് ആ ബാൻഡ് എന്താ പറയുക ഫോമായിട്ട് വരുന്നുണ്ട്. പാട്ടുകളൊക്കെ രസമായിട്ട് പാടി എൻ്റെ സ്റ്റേജിലേക്ക് അവതരിപ്പിക്കുന്ന ലെവലിലുണ്ട്. അപ്പോൾ ഷോസ് നന്നായിട്ട് സ്റ്റൈലായിട്ട് ഷോസ് ചെയ്യണമെന്നുണ്ട്. എല്ലാ പാട്ടുകളും അങ്ങനെയാണോ ചൂസ് ചെയ്യുക, അതോ ഭയങ്കര സ്റ്റൈലിഷ് പാട്ട്, അതോ പഴയ പാട്ടുകൾ സെലക്ട് ചെയ്യാറുണ്ടോ? എനിക്ക് എല്ലാ തരത്തിലുള്ള പാട്ടുകളും സ്റ്റേജിൽ പാടണമെന്നാണ്. അവർ ആ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും പാടണം. പക്ഷെ എപ്പോഴും നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ എന്റർടൈൻ ചെയ്യാനാണ്, നമ്മുടെ ജോലി എന്റർടൈൻ ചെയ്യാനാണ്. അപ്പൊ അവർക്ക് എന്താണ് ആഗ്രഹം, ആ സെറ്റ് ഓഫ് സോങ്സ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതാണ് പാടാൻ ശ്രമിക്കാറ്. ഈ പഴയ സോങ്സ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പാടും, എന്തെങ്കിലും കുറച്ച് പഴയ സോങ്സ്. കടവത്ത് തോണിയടുക്കുമ്പോ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. അന്നു കടവത്ത് തോണിയടുക്കുമ്പോ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഓക്കെ. ഇനി ഏതെങ്കിലും വേറെ അപ്കമിങ് പ്രോജക്ട്സുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? സിനിമ ബേസ്ഡ് ആയിട്ട് പണിയാണ് വരാനുള്ളത്. ആ പടം അത് കഴിഞ്ഞിട്ട് വേറൊന്നും ആസ് ഓഫ് നൗ ഇല്ല വന്നിട്ട്. അല്ല, അന്ന് ഞാൻ അഭയ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞല്ലോ പുതിയൊരു പ്രൊജക്ട്. അതാണ് ഈ പണിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. അതാണ് ഇനി വരാനുള്ള. ഈ തെലുങ്കിലേക്ക് എപ്പോഴാണ് ചൂട് മാറിയത്? തെലുങ്കാണ് ഞാൻ ചുവട് മാറിയതല്ല. അല്ല, ആദ്യം തന്നെ തെലുങ്കാണോ? ആദ്യം തന്നെ തെലുങ്കാണ് പാടിയത്. അപ്പൊ ആ സമയത്ത് നമുക്കൊക്കെ അറിയുന്നത് ഈ നാക്കുപ്പന്റെയിലാണ് തുടങ്ങുന്നതെന്നാണ് നമ്മുടെ ഒരു ധാരണ. ആദ്യം തെലുങ്ക് പാടി കഴിഞ്ഞിട്ട് ആ പടം റിലീസ് ചെയ്യാനുള്ള ഡിലേയുടെ പുറത്താണ് ഇപ്പൊ നാക്കുപ്പന്റെ ആണ് ആദ്യം റിലീസ് ചെയ്തത്. അതിനുശേഷമാണ് തെലുങ്ക് റിലീസ് ചെയ്തത്. തെലുങ്കിൽ ഇപ്പൊ പുതിയ ഒന്നും വരുന്നില്ല പ്രൊജക്ട്? ഇല്ല, ആസ് ഓഫ് നൗ ഒന്നുമില്ല. തെലുങ്കിൽ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. തെലുങ്ക് പഠിക്കാൻ ഭാഷ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് മറ്റു ഭാഷകൾ മലയാളം അല്ലാതെ ഏത് ഭാഷ പാടാനും എനിക്ക് ഇഷ്ടം. മലയാള ഭാഷയും എനിക്ക് ഇഷ്ടമാണ്. മറ്റു ഭാഷകൾ പാടുക എന്നുള്ളൊരു കൗതുകം ഉണ്ടാവുമല്ലോ. ഭാഷ യൂസ് ചെയ്യുന്ന രീതി, നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്ന മാതിരി ആയിരിക്കില്ല അവര് ആ വാക്കിനെ ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന അതിന്റെ സൗണ്ടിങ് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അത് പാടുമ്പോൾ ആ സൗണ്ടിങ് എങ്ങനെ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെയുള്ള തിങ്കിങ് പ്രോസസ്സ് നടക്കുമല്ലോ. അങ്ങനത്തെ തിങ്കിങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മറ്റു ഭാഷകൾ പാടാൻ എനിക്ക് ഇഷ്ടമാണ്. ഏതായാലും വരുന്ന പ്രൊജക്ട്സുകളൊക്കെ നന്നായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതുപോലെ ഇന്ന് സംസാരിക്കാൻ കൂടുതൽ പ്രോജക്ട് സംഗീതത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.